ഹലോ 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 അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രിക്ക് കൊണ്ടാണ്. ചുമ ട്രിക്കൊന്നല്ല, ഞാൻ ഈ ഡാസിലറിൻ്റെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വട്ടാണ് തോന്നും, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് മാൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കണ്ണെഴുതുക. ഞാൻ മുകളിൽ മാത്രമേ കണ്ണെഴുതാറുള്ളൂ, ബിക്കോസ് എൻ്റെ കണ്ണ് ചെറുതാണ്. ഈ താഴെയും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് കാണുന്നില്ല എന്നുള്ള നിരന്തര ആരോപണങ്ങൾക്ക് ശേഷം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇതേപോലെ മസ്കാരയ്ക്ക് പകരം ഞാനിതാണ് യൂസ് ചെയ്യാറ്. ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ അങ്ങോട്ടേക്ക് ആക്കുമ്പോൾ കൺപീലികൾ അടുത്തടുത്ത് കിട്ടും, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് ഒരു ട്രിക്കാണ്. കാരണം എൻ്റെ പിരികത്തിന് ലെങ്ത് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ബ്രഷ് ഇങ്ങനെ തൂത്ത് വാരിയിട്ടാകുമ്പോൾ ജസ്റ്റ് ആ ഒരു പിരികത്തിന് ലെങ്ത്തിന് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കും. പിന്നെ ഗ്യാപ്പുള്ള സ്ഥലത്തും ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഇളവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതൊരു സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. ഇത് ഞാൻ ഒരുപാട് പരീക്ഷിച്ചാണ്. ഇതുവരെയായിട്ടും ആരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു അഹങ്കാരമാണ്. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വല്ല ഐബ്രോ ബ്രഷോ എന്തെങ്കിലും ചെറിയ ബ്രഷോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ വെള്ളമൊക്കെ തട്ടിയ വേണമെങ്കിൽ ഒന്ന് ഇളകി ഒലിച്ച് പോയേക്കാം, സ്വാഭാവികം. അപ്പം ഇതിൻ്റെ ഫുൾ ഗെറ്റ് റെഡി വീഡിയോ ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അപ്പം പറഞ്ഞ പോലെ ബൈ ബൈ.